ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷനിൽ പറയാനുള്ളത് വൾനറബിലിറ്റി, ത്രെട്ട്. വൾനറബിലിറ്റി എന്താണെന്ന് ആദ്യം പഠിക്കുക, പിന്നെ ത്രെട്ട്. ഇവയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് നമുക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മളെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വാല്യുബിൾ അസറ്റ്സിനെയും എന്ത് ചെയ്യണം, പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് കമ്പ്യൂട്ടർ സെക്യൂരിറ്റിയിലൂടെ നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള മെക്കാനിസംസും എന്തെന്നാണ് അവൈലബിൾ ആണ്. അപ്പോൾ ആദ്യം നമുക്ക് വൾനറബിലിറ്റി എന്താണെന്ന് നോക്കാം. ഒരു സിസ്റ്റത്തിൽ വീക്കായിട്ടുള്ള പോയിൻ്റ് എവിടെയാണോ അപ്പോൾ അതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വൾനറബിൾ എന്നാണ് പറയുക. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ നമ്മൾ ഡിസാസ്റ്ററൊക്കെ വരുമ്പോൾ കണ്ടിട്ടില്ലേ, ഈ റെഡ് സോൺ ആണ് എന്നൊക്കെ പറയാറുണ്ട്. അതായത് ഇപ്പോൾ എർത്തിക്വേക്ക് റെഡ് സോൺ ഉണ്ട്, അല്ലെങ്കിൽ ഫ്ലഡിൻ്റെ റെഡ് സോൺ ഉണ്ടാവും. അതായത് ഈ കടലിനോട് അടുത്ത് നിൽക്കുന്ന പ്രദേശങ്ങളൊക്കെ എന്തായിരിക്കും, ഈ ഒരു ഫ്ലഡിന് അല്ലെങ്കിൽ കടലാക്രമണത്തിനൊക്കെ പോസിബിലിറ്റി ഹൈ ആയിട്ടുള്ള ഏരിയാസാണ്. അപ്പോൾ അതെന്താണ്, ഫ്ലഡിൻ്റെ റെഡ് സോണാണ്. അതേപോലെ എർത്തിക്വേക്ക് എപ്പോഴും ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഈ പ്രദേശങ്ങൾ, അപ്പോൾ അതിനൊക്കെ നമ്മൾ വൾനറബിൾ ഏരിയാസ് എന്നാണ് പറയുക. എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവാം എന്നുള്ള പോസിബിലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേപോലെയാണ് നമ്മളെ സിസ്റ്റത്തിലും വീക്ക്നെസ് വന്നു കഴിഞ്ഞാൽ അത് വൾനറബിൾ ആണ്. അപ്പോൾ അവിടെ ആർക്ക് വേണമെങ്കിലും, അതായത് ഏതൊരു അറ്റാക്കർക്ക് വേണമെങ്കിലും പെട്ടെന്ന് കയറിയിട്ട് നമ്മൾ സിസ്റ്റത്തിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ വൾനറബിലിറ്റി ഈസ് എ വീക്ക്നെസ് ഇൻ ദ സിസ്റ്റം. ഫോർ എക്സാമ്പിൾ, അതിൻ്റെ പ്രൊസീജിയേഴ്സിലോ ഡിസൈനിലോ ഇംപ്ലിമെൻറ്റേഷനിലോ എവിടെയെങ്കിലും ഒരു വീക്ക് വരിക, ദാറ്റ് മൈറ്റ് ബി എക്സ്പ്ലോയിറ്റഡ് ടു കോസ് ലോസ് ഓർ ഹാം. അപ്പോൾ ആ ഒരു വൾനറബിളിലൂടെ ആയിരിക്കും എന്തുണ്ടാവുക, ഒരു അറ്റാക്കർ കയറുന്നതും അല്ലെങ്കിൽ എന്തെങ്കിലും ലോസുകൾ നമുക്ക് ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ അതിനെ ഹാം ചെയ്യുന്നതൊക്കെ ആ ഒരു വൾനറബിലിറ്റി പോയിന്റിലൂടെ ആയിരിക്കും. A particular system may be vulnerable to unauthorized data manipulation because the system does not verify a user's identity before allowing data access. അപ്പോൾ ഇങ്ങനെ വൾനറബിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിലൂടെ കയറുന്ന യൂസറെ മര്യാദക്ക് ഓതറൈസ് ചെയ്തിട്ട് കയറ്റാനൊന്നും കഴിയില്ല. കാരണം അത് ഓൾറെഡി റിസ്കിൽ നിൽക്കുന്ന സിസ്റ്റമാണ്. അപ്പോൾ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഒരു വെരിഫിക്കേഷനും ഇല്ലാതെ കയറാനും ആ ഡാറ്റനെ ആക്സസ് ചെയ്യാനൊക്കെ ഉള്ള പോസിബിലിറ്റി ഹൈ ആണ്. അപ്പോൾ ഇതാണ് എന്ത് വൾനറബിലിറ്റി എന്ന് പറയുന്നത്. അതുതന്നെയാണ് ആ ഒരു ബോൾഡാക്കി കൊടുത്തിട്ടുള്ളത്. ഈ വൾനറബിലിറ്റി ഈസ് എ വീക്ക്നെസ് ദാറ്റ് കുഡ് ബി എക്സ്പ്ലോയിറ്റഡ് ടു കോസ് ഹാം. അടുത്തത് ത്രെട്ട്. ത്രെട്ട് എന്ന് പറഞ്ഞാൽ ടു എ കമ്പ്യൂട്ടിംഗ് സിസ്റ്റം ഈസ് എ സെറ്റ് ഓഫ് സർക്കംസ്റ്റൻസസ് ദാറ്റ് ഹാസ് ദ പൊട്ടൻഷ്യൽ ടു കോസ് ഹാം ഓർ ലോസ്. അതായത് എന്തെങ്കിലും ഒരു ഹാമോ അല്ലെങ്കിൽ ഒരു ലോസോ നമ്മളെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് ഉണ്ടാക്കാൻ കഴിയുന്ന സെറ്റ് ഓഫ് സർക്കംസ്റ്റൻസസ്, സെറ്റ് ഓഫ് ഒരു ആക്ടിവിറ്റീസ്, അതിനെയാണ് നമ്മൾ ത്രെട്ട് എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ മീൻസ് ത്രെട്ടിനും വൾനറബിലിറ്റിനും എങ്ങനെ നമുക്ക് പറയാം എന്നുള്ളത് ഒരു എക്സാമ്പിളിലൂടെ പറയുന്നുണ്ട്. അതിൻ്റെ ഡയഗ്രാമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. എ വാൾ ഈസ് ഹോൾഡിങ് വാട്ടർ ബാക്ക്. ഒരു ചുമരാണ് ഇപ്പോൾ താഴെ നോക്കുക, വെള്ളമാണ് ഒരു സൈഡിൽ, പിന്നെ ഒരു ഭാഗത്ത് ചുമരുണ്ട്, പുറത്തൊരാളുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ചുമരാണ് ആ വെള്ളത്തിനെ പിടിച്ചു നിർത്തുന്നത്. ദ വാട്ടർ ടു ദ ലെഫ്റ്റ് ഓഫ് ദ വാൾ ഈസ് എ ത്രെറ്റ് ടു ദ മാൻ ഓൺ ദ റൈറ്റ് ഓഫ് ദ വാൾ. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ വാളുണ്ട്, ആ വാള് റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ആൾക്ക് എന്താണ്, ആ വാള് പിടിച്ചു നിർത്തുന്നുണ്ടെങ്കിലും അവിടെ എന്താണ്, ത്രെട്ട് ഉണ്ട്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം. ദ വാട്ടർ കുഡ് റൈസ്, വെള്ളം എപ്പോൾ വേണമെങ്കിലും ഉയരാം. ഓവർഫ്ലോയിങ് ഓൺ ടു ദ മാൻ, അപ്പോൾ ഉയർന്ന് ആ ഒരു വാളിൻ്റെ ഹൈറ്റിൻ്റെ അപ്പുറം പോയി കഴിഞ്ഞാൽ എന്താവും, ഓവർഫ്ലോ വരും. അപ്പോൾ ഇയാൾക്ക് എന്താണ്, എപ്പോൾ വേണമെങ്കിലും ഇയാളെ മേലെ കൂടെ ആ വെള്ളം വരാം. ഓർ ഇറ്റ് കുഡ് സ്റ്റേ ബിനീത്ത് ദ ഹൈറ്റ് ഓഫ് ദ വാൾ, അല്ലെങ്കിൽ ആ വാളിൻ്റെ താഴെ തന്നെ നിൽക്കാം. കോസിങ് ദ വാൾ ടു കൊളാപ്സ്, അപ്പോൾ ഒരുപാട് എമൗണ്ട് വന്നിട്ട് ചിലപ്പോൾ വാൾ പൊട്ടുകയാണെങ്കിലോ അങ്ങനെയും വരാം. സോ ദ ത്രെറ്റ് ഓഫ് ഹാം ഈസ് ദ പൊട്ടൻഷ്യൽ ഫോർ ദ മാൻ ടു ഗെറ്റ് വെറ്റ്. അപ്പോൾ ഇവിടെ എന്തുണ്ട്, ആ ആൾ വെറ്റാവാനോ അല്ലെങ്കിൽ അയാൾ ഹേർട്ടാവാനോ അല്ലെങ്കിൽ അയാൾ മുങ്ങിപ്പോവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇതെന്താണ്, ത്രെട്ടാണ്, ഒരു സെറ്റ് ഓഫ് സർക്കംസ്റ്റൻസസ് ആണല്ലേ. അപ്പോൾ ഇതിനെ ത്രെട്ട് എന്ന് പറയും. For now the wall is intact, so the threat to the man is unrealized. അപ്പോൾ ഇതൊരു സെറ്റ് ഓഫ് ആക്ടിവിറ്റി. അടുത്തത്, വി ക്യാൻ ഓൾസോ സീ എ ക്രാക്ക് ഇൻ ദ വാൾ. അപ്പോൾ ആ ഒരു ചുമരിൽ നിങ്ങളിങ്ങനെ ഒരു വിള്ളൽ കാണുന്നില്ലേ,
അതെന്താണ്? അത് വൾണറബിലിറ്റിയാണ്. കാരണം അതൊരു വീക്ക് പോയിൻ്റാണ്. അതിലൂടെ എപ്പോൾ വേണമെങ്കിലും വെള്ളത്തിന് ഇപ്പുറത്തെ സൈഡിലേക്ക് വരാം എന്നുള്ളതാണ് ആ ക്രാക്ക് കാണിച്ചിട്ടുള്ളത്. അതാണ് വൾണറബിലിറ്റി. ദാറ്റ് ത്രെട്ടൻസ് ദ മാൻ സെക്യൂരിറ്റി ഇഫ് ദ വാട്ടർ റൈസസ് ടു ഓർ ബിയോണ്ട് ദ ലെവൽ ഓഫ് ദ ക്രാക്ക്. അപ്പോൾ ആ വെള്ളം ആ ക്രാക്കിൻ്റെ നേരെ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുകളിലോ എത്തിയാൽ എന്താവും? അത് വൾണറബിലിറ്റിയാണ്. അത് അയാളെ ഹാം ചെയ്യും. അപ്പോൾ ഇതാണ് ആ ഒരു ചിത്രത്തിലൂടെ നമ്മൾ രണ്ട് സൈഡും എന്ത് ചെയ്യുന്നത്? ത്രെട്ടും കാണിച്ചു, വൾണറബിലിറ്റിയും കാണിച്ചു. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് പല രീതിയിലുള്ള ത്രെട്ടുകളും വരുന്നുണ്ട്. ഹ്യൂമൻ ഇനീഷ്യേറ്റഡ് ആയിട്ടുള്ള ത്രെട്ടുകളും ഉണ്ട്, കമ്പ്യൂട്ടർ ഇനീഷ്യേറ്റഡ് ആയിട്ടുള്ള ത്രെട്ടുകളും ഉണ്ട്. ഹ്യൂമൻ എറേഴ്സ്, ഹാർഡ്വെയർ ഡിസൈൻ ഫ്ലോസ്, സോഫ്റ്റ്വെയർ ഫെയിലിയേഴ്സ് ഒക്കെ നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്നതാണ്. പല ഇങ്ങനെയൊക്കെ വരാറില്ല നമ്മളെ സിസ്റ്റത്തിലും എറേഴ്സ്, അതേപോലെ ഡിസൈനിൽ ഫ്ലോസ് വന്നാൽ, അതായത് മര്യാദക്കുള്ളൊരു ഡിസൈനിങ് അല്ല എന്നുണ്ടെങ്കിൽ അവിടെയും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരും. പിന്നെ സോഫ്റ്റ്വെയർ ഫെയിലിയേഴ്സ് അല്ലേ. ബട്ട് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആർ ത്രെഡ്സ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇവ മാത്രമല്ല, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഇല്ലേ നമ്മൾ സാധാ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലഡ്, എർത്ത്, അപ്പോൾ ഏത് വന്നാലും എന്താണ്? അതൊക്കെ ത്രെട്ട് തന്നെയാണ്. അതൊക്കെ ത്രെട്ടിൻ്റെ ഭാഗത്തിൽ ഉൾപ്പെടുത്തും. ദേ ക്യാൻ ബ്രിങ് എ സിസ്റ്റം ഡൗൺ വെൻ ദ കമ്പ്യൂട്ടർ റൂം ഈസ് ഫ്ലഡഡ്. പെട്ടെന്ന് കമ്പ്യൂട്ടർ റൂം ഫ്ലഡായി, സിസ്റ്റം അടിച്ചു പോവില്ലേ? ഓർ ദ ഡാറ്റാ സെൻറ്റർ കൊലാപ്സസ് ഫ്രം ആൻ എർത്ത് ക്വേക്ക്. ഒരു ഭൂമിക്കുലുക്കം കാരണം ഒരു ഡാറ്റാ സെൻറ്റർ എന്തായി? മൊത്തം ഇടിഞ്ഞുപോയി. അപ്പോൾ അങ്ങനെയൊക്കെ ആയാൽ എന്താവും? അതൊക്കെ ത്രെട്ടാണ്. അത് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിൻ്റെ ഭാഗമായിട്ട് വരുന്ന ത്രെട്ടുകളാണ്. എ ഹ്യൂമൻ ഹൂ എക്സ്പ്ലോയിറ്റ്സ് എ വൾണറബിലിറ്റി പെർപെട്രേറ്റ്സ് ആൻ അറ്റാക്ക് ഓൺ ദ സിസ്റ്റം. അപ്പോൾ ഈ വൾണറബിലിറ്റി പോയിന്റിലൂടെ ആരാണോ നമ്മളെ സിസ്റ്റത്തിലേക്ക് നുഴഞ്ഞു കയറുന്നത് അവരെയാണ് നമ്മൾ അറ്റാക്കർ എന്ന് പറയാം. അപ്പോൾ ആ അറ്റാക്കർ എന്താ ചെയ്യുന്നത്? നമ്മളെ സിസ്റ്റത്തിനെ അറ്റാക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ആ ഹ്യൂമൻ നമ്മളെ സിസ്റ്റത്തിനെ ആ ഒരു വൾണറബിലിറ്റി പോയിന്റിലൂടെ കയറിയിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. An attack can also be launched by another system as when one system sends an overwhelming flood of messages to another. ഇത് പറയുന്നത് എന്താണെന്നറിയോ? നമ്മൾ ക്രിപ്റ്റോഗ്രഫിയിൽ പഠിച്ചിട്ടുണ്ട്. അതായത് ഒരുപാട് മെസ്സേജ് അയച്ചിട്ട് ആ ട്രാഫിക് അങ്ങോട്ട് എന്താ പറയുക, ഫുൾ ജാമാക്കുക, അല്ലെങ്കിൽ ആ ഒരു ഈ കിട്ടുന്ന സിസ്റ്റത്തിനെ കുറേ മെസ്സേജ് ഇങ്ങോട്ട് വന്നിട്ട് ഫ്ലഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ആ സിസ്റ്റം ബ്രേക്ക് ആവുക, അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ സർവീസുകൾ നിർത്തിവെപ്പിക്കുക, ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക്, അതേപോലെ ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്കൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, DDoS. ആ ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ അറ്റാക്കുകളൊക്കെ ഉണ്ട്. പിന്നെ ഇതിനൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് കൺട്രോൾ ഓർ കൗണ്ടർ മെഷേഴ്സ് എന്നുള്ളത് കൊണ്ട് പറയുന്നത്. വി യൂസ് എ കൺട്രോൾ ഓർ കൗണ്ടർ മെഷർ ആസ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കൺട്രോൾ അല്ലെങ്കിൽ കൗണ്ടർ മെഷേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കൺട്രോൾ എന്ന് പറയുന്നത് ഈസ് ആൻ ആക്ഷൻ, ഡിവൈസ്, പ്രൊസീജിയർ ഓർ ടെക്നിക് ദാറ്റ് റിമൂവ്സ് ഓർ റെഡ്യൂസസ് എ വൾണറബിലിറ്റി. ഒരു വൾണറബിലിറ്റിനെ റിഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ റിമൂവ് ചെയ്യാനോ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രത്യേക ആക്ഷൻ, അല്ലെങ്കിൽ അതൊരു ഡിവൈസ് ആവാം. ഡിവൈസ് കൊണ്ട് ഇരിക്കാരം നമ്മൾ ആ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ ആവാം, അല്ലെങ്കിൽ ഒരു ടെക്നിക്ക് ആവാം. ഇതാണ് എന്ത് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഫിഗറിൽ ആ ആള് ആ ഒരു വിള്ളലുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ വിള്ളലുള്ള അവിടെ അയാളൊരു ഫിംഗർ പ്ലേസ് ചെയ്ത് കാണാം, ശ്രദ്ധിച്ച് നോക്കിയാൽ. അങ്ങനെയാണ് അയാൾ എന്ത് ചെയ്യുന്നത്? അവിടെ കൺട്രോൾ ചെയ്യുന്നത്. എന്താ ചെയ്തത്? മാൻ ഈസ് പ്ലേസിങ് ഹിസ് ഫിംഗർ ഇൻ ദ ഹോൾ, കൺട്രോളിങ് ദ ത്രെറ്റ് ഓഫ് വാട്ടർ ലീക്സ് അൺടിൽ ഹി ഫൈൻഡ്സ് എ മോർ പെർമനൻറ്റ് സൊല്യൂഷൻ ടു ദ പ്രോബ്ലം. അതായത് അയാളവിടെ വിരൽ വെച്ച് കൊടുത്തിക്കുകയാണ്. അപ്പോൾ വെള്ളം റേസ് ചെയ്താലും അതിലൂടെ വരാതിരിക്കാൻ അയാളൊരു സിംപ്ലറായിട്ടുള്ള ഒരു കൺട്രോൾ മെക്കാനിസം കണ്ടതാണ്. ഇനി അതിന് ശേഷം എന്ത് ചെയ്യണം? അയാൾക്ക് പെർമനൻ്റ് ആയിട്ടൊരു സൊല്യൂഷൻ അതിന് കണ്ടെത്തണം. അപ്പോൾ ഈ ഒരു രീതിനെയാണ് നമ്മൾ കൺട്രോൾ അല്ലെങ്കിൽ കൗണ്ടർ മെഷേഴ്സ് എന്നൊക്കെ പറയാം. കൺട്രോൾസ് പ്രിവെൻറ്റ് ത്രെറ്റ് ഫ്രം എക്സസൈസിങ് വൾണറബിലിറ്റീസ്. അപ്പോൾ കൺട്രോളിലൂടെ നമുക്ക് വൾണറബിലിറ്റീസിന് എന്ത് ചെയ്യാൻ പറ്റും? വൾണറബിലിറ്റീസ് ആൻഡ് ത്രെഡ്സിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് വൾണറബിലിറ്റീസിനെ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ആക്ഷൻസ് എടുക്കുമ്പോൾ നമുക്ക് ത്രെട്ടിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ നമുക്ക് കൺട്രോൾസ് കൊണ്ടുവരാം എന്നതാണ് കേട്ടോ. എ ത്രെട്ട് ഈസ് ബ്ലോക്ക്ഡ് ബൈ കൺട്രോൾ ഓഫ് എ വൾണറബിലിറ്റി. ഒരു ത്രെട്ടിനെ നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നത് വൾണറബിലിറ്റീനെ കൺട്രോൾ ചെയ്യുന്നതിലൂടെയാണ് എന്നതാണ് ആ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് എന്ത് വൾണറബിലിറ്റീസ്, ത്രെട്ട്, അതേപോലെ ഇവ രണ്ടും തമ്മിൽ എങ്ങനെ എന്നുള്ളതും അതിനെ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതും പറയുന്നത്.